നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ജീവിതം ജയിലടിക്കുള്ളിലാക്കി ഇവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. കൊന്നുകളയും നിന്നെ ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു നീ. കൊല്ലു ഞാൻ. ഇവള് ഞാൻ പറയുന്ന കേക്ക്. ഇവനെ ഇനി സംസാരിക്കാൻ വിട്ടാ ഇവനില്ലാത്ത ഒരുപാട് അവഖ്യാതികൾ ഇനിയും വിളിച്ചു പറയും. പറയാ എന്തിനാ ദൈവമേ കൊന്നത്? എന്തിനാണെന്ന്? എന്തിനാ പ്രഭാവതിയമ്മേ കൊല്ലാൻ നോക്കിയത്? എന്തിനാണെന്ന്? ആരും അടുത്ത് വരരുത്. ഇവളെ ഞാൻ കൊല്ലും. വരരുത്, ആരും വരരുത്. ആരും വരരുത്. പാർവതി മോനെ വിശാലേ, പാർവതി അയാളോടെ അയാളോടെ എന്തെങ്കിലും പറ്റിയോ? അവനെവിടെ പോയി? വിശാലേ, എടാ ഡോറ് തുറന്നിരിക്കുന്നു. അച്ഛമ്മേ മോളെ, എവിടെ പോയതാ? എന്നാലും എന്തിനായിരിക്കും മുത്തശ്ശൻ പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? നിങ്ങളിത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇപ്പോ വിശാൽ സാർ പറയുന്നു നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന്. ദൈവമേ കൊന്നത് നിങ്ങളാണെന്ന്. പക്ഷെ ഗായത്രി പറയുന്നു നിങ്ങളല്ല ദൈവമേ കൊന്നതെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദേവി. നിങ്ങളാണോ ദൈവമേ കൊന്നത്? നിങ്ങളിപ്പോ എവിടെയാണ്? എവിടേക്കാ പോയത്? ഈ വീട്ടിലെ യഥാർത്ഥ ശത്രു ആരാ? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ ഉദയനൂരമ്മ. എന്റെ ഉള്ളിന്ന് ആ വിറയല് ഇപ്പോഴും മാറിയിട്ടില്ല പ്രതാപ. കത്തിയുമായിട്ട് അയാളെ കണ്ടപ്പോ അയാളെ എതിരിടണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ നേരത്ത് കയ്യും കാലും ഒക്കെ മരവിച്ചതുപോലെ ആയിരുന്നു. തൊണ്ടയിൽ നിന്നും ഒരു
ഒരു ചെറിയ ഒച്ച പോലും പുറത്തു വരുന്നില്ല. അയാളൊരു ഭ്രാന്തനെ പോലെ രണ്ടും കൽപ്പിച്ചല്ലേ കയറി വന്നത്. എങ്ങനെ ഏത് രീതിയിലുള്ള ആക്രമണമാണ് അയാൾ നടത്താൻ പോകുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാ ഞാനും വരണ്ടു പോയത്. പിന്നെ നമ്മൾ ഈ നേരത്തെ അയാളെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയാൾ ഇവിടെ എത്തുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അയാളെ കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമായിരുന്നു. പുറത്തെ ഗേറ്റും മുൻവശത്തെ വാതിലും എല്ലാം അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ അയാള് ഇതിനകത്ത് കയറിയത്? അതയച്ച് എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അയാൾ ഈ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നമ്മളത് കാര്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ആ രാത്രി തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയാൾ നമ്മുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു. ശരിയാ, അന്ന് ഉദാസീനത കാണിക്കാൻ പാടില്ലായിരുന്നു. അത് അബദ്ധമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. വന്നതുപോലെ തന്നെ അയാൾ അതിവിദഗ്ധമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അയാളിപ്പോ പഴയ ശേഖരമേനോനല്ലെന്ന് വ്യക്തമായില്ലേ. ജയിലിൽ ക്രിമിനൽസുമായിട്ടാണല്ലോ സഹവാസം. അവരിൽ നിന്നും ക്രിമിനൽ ബുദ്ധി പകർന്നു കിട്ടിക്കാണും. ആ ഗുണം കൊണ്ടാവും കെട്ടുറപ്പുള്ള ഈ വീടിനകത്ത് അയാൾ നുഴഞ്ഞു കയറിയതും പവർ ഓഫായ സമയത്ത് ഞൊടിയിട കൊണ്ട് അപ്രത്യക്ഷമായതും. ഏതായാലും ഇന്ന് അയാള് ഇതിനകത്ത് കയറി കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ഇനിയും ഇതുപോലെയുള്ള അയാളുടെ ഒളി ആക്രമണം നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, ഏതായാലും ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇന്നത്തെ മാത്രമല്ല പ്രതാപ, ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസവും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ശേഖരമേനോൻ മരിക്കണം. അയാളെ നമ്മൾ കൊല്ലണം. എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നോക്കണം പ്രതാപ. ചേച്ചി അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. എത്രയോ ദിവസമായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അയാളുടെ ഒളിയുടെ എവിടെയാണെന്ന് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലോ. ഈ ഭയപ്പാടിനിടയിലും ഒരു കാര്യത്തില് സമാധാനമുണ്ട്. ശേഖരൻ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ, പ്രത്യേകിച്ച് വിശാൽ. എല്ലാം കേട്ടിട്ടും അവൻ എനിക്ക് വേണ്ടിയാണല്ലോ ശേഖരനെ തല്ലിയത്. അമ്മ എന്ന രീതിയില് അവൻ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. എനിക്കത് മതി. വിശാലിന്റെ ആ വിശ്വാസം നമുക്ക് മുതലെടുക്കണം പ്രതാപ. അവനെക്കൊണ്ട് ആ ശേഖരന്റെ അന്ത്യം കുറിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.